സംഭവം സൂപ്പറല്ലേ? ഇത് മൊത്തം എനിക്ക് തരാനുള്ളതാണ്. നല്ല അടിപൊളി വഴി. ഇത് നമ്മുടെ പാലക്കയം തട്ടിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ടാണ്. രണ്ട് സൈഡിലും റബ്ബർ, പിന്നെ കരിങ്കൽ കോറിയിൽ നിന്ന് വരുന്ന കുറേ ലോറികൾ. വാവ്, അടിപൊളി ലോറി. പോകുമ്പോ എന്താ ചൂട് അല്ലടാ, വണ്ടിയുടെ ചൂട് സൂപ്പറല്ലേ? നല്ല ചെറിയ തണുപ്പുണ്ട്, നല്ല കാലാവസ്ഥ. ഇനി ഒരു മഴ കൂടെ കിട്ടിയ അടിപൊളിയായി. നമ്മൾ വിചാരിച്ചൊരു മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാലാവസ്ഥ ആണ് നല്ല അടിപൊളി മഴക്കാറുണ്ട്. നല്ല കാർമേഘം മൂടി നിൽക്കും. പാലക്കയം തട്ടെത്തുമ്പോഴത്തേക്കും ഒരു മഴ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കോട കാണും, നല്ല തണുപ്പും ഉണ്ടാവും. വൈബ് തന്നെ. പാലക്കയം നമുക്ക് എത്താനുള്ള ഇതിന്റെ മേലുള്ള മലയിലാണ് നമുക്ക് എത്താനുള്ളത്. ഇവിടെ വരാനുള്ള വഴിയൊക്കെ നല്ല അടിപൊളിയാണ്. ബൈക്കും കൊണ്ടെല്ലാം വരാൻ പറ്റും. നല്ല അടിപൊളി യാത്രയാണ് ഇതുവഴി പോകുമ്പോൾ നമുക്ക് കിട്ടുക. നല്ല മഴക്കാറുണ്ട്, ഇപ്പോൾ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. വെയിലും കാര്യങ്ങളൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. ഇപ്പം വരാൻ പറ്റിയൊരു ടൈമാണ് ഇവിടെ പാലക്കയം തെക്ക്. അടിപൊളി ഒരു സ്ഥലമാണ്, നല്ല അടിപൊളി കാലാവസ്ഥ, നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി മാറി എന്തേലും പറയാനുണ്ടായി. എങ്ങനെയുണ്ട് എന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വെറുതെ ആവുക. സംഭവം സൂപ്പറാണ്. എല്ലാവരും വന്ന് ഇവിടെ ആഘോഷിക്കും. ഫുള്ള് കോട, നല്ല തണുപ്പ്, അടിപൊളി മഴ പെയ്ത് ഗൈസ്, മഴ പെയ്ത്. പക്ഷെ നമ്മൾ തളരൂല, നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പുമുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ മഴ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എവിടെയെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു രസമുള്ളൂ. വലുതായി വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഷെബീമൊക്കെ ഫുൾ പവറിലാണ് ഉള്ളത്. ഇടത്തോട്ട് കോട്ടെ വണ്ടി നേരാ. പിന്നെ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഇവനെ തളർത്താൻ പറ്റൂല. മഴയല്ല, വെയിലുണ്ട്, എല്ലാത്തിനും പട്ടി കൊടുക്കും. ഇതാണ് ഷെബി കാണിച്ചു കൊടുക്കും. നമ്മള് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ കയറി എത്താൻ സ്ഥലമില്ല. കാലാവസ്ഥ ഉണ്ടാ, മഴ പെയ്തപ്പോ പാലക്കയം തട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ തന്നെ മാറും. എന്ത് രസമാണ്. ഇപ്പൊ ഫുള്ള് കോടയായിട്ടാണുള്ളത്. ഇവിടെ ഇപ്പം ഫുള്ള് കോടയാണ്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവുന്നില്ല, നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. നല്ല മഴയായിട്ട് ഇതാ ഡ്രൈവർക്ക് ക്ഷീണിച്ചിട്ട് ചായ കുടിക്കാൻ നിർത്തിയതാണ്. നല്ല അടിപൊളി മഴ, നല്ല കാലാവസ്ഥ. ഈ ടൈമിനാണ് പാലക്കയം വരേണ്ടത്. അപ്പോഴാണ് ആ ഒരു വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഫുള്ള് കോടയാണ് ഇവിടെ, അങ്ങനൊന്നും കാണാൻ പറ്റുന്നില്ല. വിസിബിലിറ്റി ഒക്കെ വളരെ കുറവാണ്. പാലക്കയം തട്ടിൽ എത്തിയപ്പോൾ തന്നെ നല്ല കാലാവസ്ഥയാണ് കിട്ടിയത്. നല്ല തണുപ്പും നല്ല അടിപൊളി മഴയും കിട്ടും. അപ്പോൾ ഇവിടെ തന്നെ കറക്റ്റായിട്ട് കയറി നിൽക്കാൻ ഒരു ഷോപ്പ് ചെറിയൊരു ചായക്കടയിൽ പിന്നെ 10 സാധനം വെച്ചുള്ള ഒരു കട. അവിടെ വന്ന് നല്ലൊരു ചൂട് കാപ്പിയും പിന്നെ ഒരു 2 കടിയൊക്കെ കഴിച്ചപ്പോൾ തന്നെ നമ്മൾ വീണ്ടും എനർജി ആയിട്ടുണ്ട്. നമ്മളിത് ഇതിന് മേലെയാണ് പോകാനുള്ളത്. അവിടെയാണ് പാലക്കയം തട്ടി. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കയം തട്ടാണ്. നല്ല ഓഫ് റോഡ് ട്രക്കിംഗ് ആണ്. എങ്ങനെയുണ്ട് ഷമീമേ? സംഭവം സൂപ്പറല്ലേ? ഇത് മൊത്തം എനിക്ക് തരാനുള്ളതാണ്. തളർന്ന്
ഇവിടെ വേറൊരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. പാലക്കയം തട്ടിൽ ഇവിടെ ഒരു പുതിയൊരു വ്യൂ പോയിന്റ് പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ബെഞ്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി നല്ല അടിപൊളി ബെഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് വ്യൂ പോയിന്റ്. ഇവിടെ ഇരുന്നാൽ തന്നെ കാണുന്ന കാഴ്ചയുണ്ട്. സംഭവം അടിപൊളിയാണ്. കാണിച്ചു തരാം. പൊട്ടി ഇതെന്ന് കരണ്ട് കമ്പി പോകുന്നതാണോ? കരണ്ട് കമ്പിയാണോ പോകുന്നത്? ഇതിൽ കൂടെ കമ്പി പോകുന്നുണ്ട്. ഇത് മറ്റേ ഈ സംഭവമാണോ ഇനി? ആടാ സൈക്കിളടാ, സൈക്കിൾ പോകുന്നത് എന്തോ ഇതാണ്, എന്തോ റൈഡിന്റെ സംഭവമാണ്. വ്യൂ പോയിന്റ് ഒന്നുമല്ല. വാ, പാലക്കയം തട്ടുന്ന മേലെ നമ്മൾ നോക്കുമ്പോൾ കാഴ്ച കേട്ടാ. താഴോട്ടേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ നോക്കിയാൽ അടിപൊളി കാഴ്ച. ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മഴക്കാലത്ത് വരണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചുട്ട് പൊരിഞ്ഞ് ഒരു വെയിലെത്തി നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ആസ്വദിക്കണമെങ്കിൽ മഴ വരും. ഇപ്പോഴാണ് നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റുക. പിടുത്തം വിട്ട കുന്നാണ് ഇവിടെ പാലക്കയം. ഓഫ് റോഡ് Really?